ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം നിയമസഭ ഇന്ന് വീണ്ടും പുനരാരംഭിച്ചു. പൂർണ്ണമായ രീതിയിലല്ലെങ്കിലും സഭാ നടപടികൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്ത ശേഷമാണ് ബാക്കിയുള്ള നടപടികളിലേക്ക് സഭ ഇന്ന് കടന്നത്. 10 വർഷത്തിന് ശേഷം പ്രതിപക്ഷത്തായ LDF തങ്ങളുടെ ആദ്യ അടിയന്തര പ്രമേയവുമായി രംഗത്ത് വരുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇന്ധനവില വർധനവും വിലക്കയറ്റവും ഒപ്പം തന്നെ അത് ജനങ്ങൾക്ക് ദുരിതം സൃഷ്ടിക്കുന്നുണ്ട്. അതിൽ നിന്ന് ആശ്വാസം നൽകാൻ സംസ്ഥാന സർക്കാർ ഇന്ധന നികുതി കുറയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. മുൻ ധനമന്ത്രി കൂടിയായിട്ടുള്ള KN ബാലഗോപാലാണ്. അദ്ദേഹം തനിക്കറിയാവുന്ന സാമ്പത്തിക കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു ഹ്രസ്വ പ്രസംഗം നടത്തിയത്. നിലവിലെ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി തങ്ങൾ അധികാരത്തിൽ നിന്നും പുറത്തു പോകുമ്പോൾ നല്ലൊരു തുക ബാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ പറയുന്ന കേരളത്തിന് അധികമായി കിട്ടുന്ന ഈ ഇന്ധന നികുതി അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കെ നിലവിലെ മുഖ്യമന്ത്രി VD സതീശൻ അന്നത്തെ LDF സർക്കാരിനോട് സമാനമായ രീതിയിൽ ഇന്ധന നികുതി കുറയ്ക്കണം, അത്തരത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകണം എന്നാവശ്യപ്പെട്ടതെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഒരു രീതിയും മറിച്ച് പ്രതിപക്ഷത്തെത്തുമ്പോൾ മറ്റൊരു നിലപാടും എന്ന രീതിയിലാണ് എന്ന് ചിന്തിക്കരുത്, തങ്ങൾ എപ്പോഴും ഒരേ നിലപാടാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് മെഴുകിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. ഒപ്പം തന്നെ അദ്ദേഹം LDF ഭരണത്തിൽ 2 തവണ നികുതി വേണ്ടെന്ന് വെച്ച കാര്യവും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് 2017-ലും 2022-ലുമായിട്ട് തങ്ങൾ 2 തവണ ഈ അധിക നികുതി വേണ്ടെന്ന് വെച്ച് അങ്ങനെ ജനങ്ങൾക്ക് ആശ്വാസമായി. ഇപ്പോൾ ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റുന്ന സാമ്പത്തിക സ്ഥിതി ആണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ആ അടിയന്തര പ്രമേയ അവതരണം നിർത്തിയത്. സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി പറയുന്ന വാക്ക് പ്രാവർത്തികമാക്കുന്ന ആളാണെന്ന് തെളിയിക്കണം എന്നുകൂടി അദ്ദേഹം ആ പ്രസംഗത്തിൽ അവസാനം പറയുന്നുണ്ട്. അതിനുശേഷം അതിന് മറുപടി പറയാനായിട്ട് ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി VD സതീശൻ എണീറ്റു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞ് തുടങ്ങുന്നത് 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സമാനമായ രീതിയിൽ കേന്ദ്ര സർക്കാർ ഇന്ധനവില വർധനവ് നടപ്പിലാക്കി, പലതവണ നടപ്പിലാക്കി. അപ്പോൾ ആ 5 വർഷ കാലയളവിൽ ഉമ്മൻചാണ്ടി സർക്കാർ പെട്രോളിനും ഡീസലിനുമായിട്ട് ഏതാണ്ട് 6 തവണ അധിക നികുതി വേണ്ടെന്ന് വെച്ചിരുന്നു. അക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് VD സതീശൻ തൻ്റെ മറുപടി പ്രസംഗം തുടങ്ങിയത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന് 3000 കോടിയിലധികം രൂപയുടെ അധിക നികുതി വരുമാനം ഇന്ധനവില വർധനവിലൂടെ ഉണ്ടായി. അതായത് 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലമാണ്. അന്ന് സമാനമായ രീതിയിൽ ഇന്ധനവില വർധനവ് പലപ്പോഴും ഉണ്ടായി. അന്ന് ഈ പറയുന്ന പോലെ അധിക നികുതി വർധനവിലൂടെ 3000 കോടിയിലധികം രൂപയാണ് സംസ്ഥാന സർക്കാരിന് നികുതിയായിട്ട് ലഭിച്ചത്. അന്ന് നികുതി കുറയ്ക്കണമെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് ധനമന്ത്രിയായ തോമസ് ഐസക് പറഞ്ഞത്, അത്തരം മണ്ടത്തരങ്ങൾ ഞങ്ങൾ ചെയ്യില്ല, അത്തരം മണ്ടത്തരങ്ങൾ LDF സർക്കാർ ചെയ്യില്ല എന്നായിരുന്നു അന്ന് ഈ തോമസ് ഐസക്, ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് മറുപടി കൊടുത്തത്. അത് മുഖ്യമന്ത്രി തൻ്റെ മറുപടിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ സർക്കാർ വിപണിയിൽ ഇടപെടാൻ പരാജയപ്പെട്ടതാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചത്. നിലവിൽ 2893 കോടി രൂപ സിവിൽ സപ്ലൈസിന് കൊടുക്കാനുണ്ട്. ആ കടം കൊടുത്താൽ മാത്രമേ സിവിൽ സപ്ലൈസിന് വിപണിയിൽ ഇടപെട്ട് വിലക്കയറ്റം തടയാൻ കഴിയൂ. നിങ്ങൾ ട്രഷറിയിൽ നീക്കിയിരിപ്പ് വെച്ചിട്ടാണ് പോയതെന്ന് പറയുന്നു, എന്നാൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടം തീർക്കണ്ടേ എന്ന് മുഖ്യമന്ത്രി മറുചോദ്യം ഉന്നയിക്കുകയാണ്. ഏതാണ്ട് 5000 കോടിയിലധികം ഞങ്ങൾ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള LDFന്റെ വലിയൊരു അവകാശവാദം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുത്ത് ചെലവഴിക്കാൻ കാശ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്, നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്, നിങ്ങൾ ഇത് സമാനമായ രീതിയിൽ ഓരോ കടങ്ങൾ ഇങ്ങനെ വരുത്തി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ വിപണിയിൽ ഇടപെടേണ്ട, ഈ വിലക്കയറ്റം തടഞ്ഞു നിർത്തേണ്ട ഒരു സംവിധാനമാണ് സിവിൽ സപ്ലൈസ് എന്ന് പറയുന്നത്. അവർക്ക് ഏതാണ്ട് 3000-ഓളം കോടിയാണ് കൊടുക്കാനുള്ളത്. അത് ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അത് കൊടുത്താലല്ലേ അവർക്ക് വിപണിയിൽ ഇടപെടാനും ഒപ്പം തന്നെ നിലവിലുള്ള ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താനും കഴിയൂ എന്ന് മുഖ്യമന്ത്രിയുടെ മറുചോദ്യം അവിടെ വളരെ പ്രസക്തമായിട്ട് വരികയാണ്. ഒപ്പം തന്നെ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കാനായിട്ട് അതിൻ്റെ ഫണ്ട് കണ്ടെത്താൻ പെട്രോളിനും ഡീസലിനും അധിക സെസ് ഏർപ്പെടുത്തിയ ധനമന്ത്രിയാണ് KN ബാലഗോപാൽ എന്ന കാര്യം മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് വലിയ തിരിച്ചടിയാണ് സംസ്ഥാനത്തിന് ഉണ്ടാക്കിയത്. നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ച് വിലക്കയറ്റം തടയാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ ഇതിനോടകം ഉറപ്പ് നൽകുന്നുമുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം വരുന്നുണ്ട്. അതിൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള മറുപടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അതായത് നിലവിൽ എന്തൊക്കെയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ഒപ്പം ഈ
LDF അവകാശപ്പെടുന്ന കാര്യങ്ങൾ, സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളായിട്ട് LDF അവകാശപ്പെടുന്ന കാര്യങ്ങൾ, അതിലെത്രത്തോളം സത്യമുണ്ട്, നിലവിൽ എങ്ങനെയാണ് സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ എന്നതുൾപ്പെടെ വളരെ വ്യക്തമായിട്ട് തുറന്നു പറയുന്ന ഒന്നാകും ധവളപത്രം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, അതിനകത്ത് നിങ്ങൾക്കുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മറുപടിയോടുകൂടി സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ തള്ളുകയായിരുന്നു. പിന്നീട് പ്രതിപക്ഷത്തെ കക്ഷി നേതാക്കളുടെ വാക്കൌട്ട് പ്രസംഗം നടന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് ആദ്യം പ്രസംഗിച്ചത്. അദ്ദേഹം കോൺഗ്രസിനെയും BJPയും ഒരുപോലെ ഈ വിഷയത്തിൽ വിമർശിക്കുന്നുണ്ട്. കാരണം എണ്ണവിലയുടെ വില നിർണ്ണയാധികാരം എണ്ണ കമ്പനികൾക്ക് നൽകിയത് മുൻപ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്താണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ കാലത്താണ് അത്തരത്തിൽ എണ്ണ കമ്പനികൾക്ക് അതിനുള്ള അധികാരം കൊടുത്തത്. അത് കോൺഗ്രസ് തുടങ്ങി വെച്ച ആ ഒരു കീഴ്വഴക്കം അത് വിജയകരമായിട്ട് BJP തുടരുന്നു എന്നാണ് പിണറായി വിജയൻ പരിഹസിച്ചത്. പ്രസംഗം അവസാനിപ്പിച്ച പിണറായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ CPM അംഗങ്ങൾ എല്ലാവരും സഭ വിട്ടിറങ്ങി വാക്കൌട്ട് നടത്തി. പിന്നാലെ CPIയുടെ സഭാകക്ഷി നേതാവായ K. രാജൻ അദ്ദേഹമാണ് പ്രസംഗം നടത്തിയത്. അദ്ദേഹവും സമാനമായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം UDF സർക്കാരിനെ വിമർശിക്കുന്നു. അപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്. പിന്നീട് CPI അംഗങ്ങളും K. രാജൻ്റെ നേതൃത്വത്തിൽ വാക്കൌട്ട് നടത്തി. ഇവിടെ എന്തായാലും ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ വിഷയത്തിലുള്ള LDFന്റെ ആത്മാർത്ഥതയാണ്. അവർ ഭരണപക്ഷത്തിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകളാണ്. ഭരണപക്ഷത്തായിരിക്കെ പല സമയത്തും ഈ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ അല്ലെങ്കിൽ 2021 മുതലുള്ള 26 വർഷത്തെ 5 വർഷം കാലയളവ് എടുത്താലും വലിയ രീതിയിൽ ഈ എണ്ണവില വർധനവുണ്ടായി. അത് സംസ്ഥാനത്തിന് അധിക വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അന്നൊക്കെ പ്രതിപക്ഷത്തായിരുന്ന UDF പറഞ്ഞത് ഈ അധിക നികുതി വരുമാനം വേണ്ടെന്ന് വെക്കണം, ചെറിയ ആശ്വാസം ജനങ്ങൾക്ക് കൊടുക്കണമെന്നാണ്. പക്ഷേ അന്നൊന്നും അതിന് LDF സർക്കാർ തയ്യാറായിരുന്നില്ല. അത്തരത്തിൽ എന്തെങ്കിലും നികുതി വേണ്ടെന്ന് വെച്ച് ജനങ്ങൾക്ക് ആശ്വാസകരമായ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഒരു മുന്നണിയായിരുന്നു അന്ന് LDF. അവർ ഇപ്പോൾ പ്രതിപക്ഷത്തായപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി വാദങ്ങൾ ഉയർത്തി രംഗത്തെത്തുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇന്ന് സഭയിലൂടെ കാണാൻ കഴിഞ്ഞത്.